പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 4ാം ക്ലാസ്സിലെ താരീഖിലെ 7ാമത്തെ പാഠമാണ് ദൗത്യം പുറംനാട്ടിലേക്ക്. കഴിഞ്ഞ പാഠത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തായിഫിൽ പോയത് നമ്മൾ പഠിച്ചു. തായിഫിൽ നിന്ന് വല്ലാത്ത പ്രയാസമാണ് നബിതങ്ങൾക്ക് ഉണ്ടായത്. സ്വാഭാവികമായിട്ടും അതോടനുബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദൗത്യം തായിഫിന് പുറത്ത്, മക്കയുടെ പുറത്ത് മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ഫലം ആരംഭിച്ചു. അതിൽ 1ാം അഖബ വരുന്നുണ്ട്. അതേപോലെ മദീനയിലുള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ വെച്ച് കാണുന്നുണ്ട്. ഏകദേശം ഒരുപാട് ആളുകൾ, 25ഓളം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ടാകുമെന്ന് വാക്ക് കൊടുക്കുന്നുണ്ട്. ശേഷം മക്കയിൽ നിന്ന് അവർ മദീനയിലേക്ക് പോകുന്ന സമയത്ത് ഒരു സഹാബി അവരുടെ കൂടെ പോകുന്നുണ്ട്. ദൗത്യം പുറംനാട്ടിലേക്ക്. ഒരു മരച്ചോട്ടിൽ ഒരു സംസാരം കേൾക്കുന്നുണ്ട്. അവർ ആ ഭാഗത്തേക്ക് പോയി. ഏത് ഭാഗത്തു നിന്നാണ് സംസാരം? മിനയുടെ ഭാഗത്തു നിന്നാണ് സംസാരം കേൾക്കുന്നത്. രാത്രിയിലാണെങ്കിലും ഒരു മങ്ങിയ വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തിൽ അവർ കണ്ടു, മദീനയിൽ നിന്ന് വന്നവരാണ് അവർ. 6 പേരുണ്ട്. മിനയിൽ വെച്ചാണ് സംസാരം നടക്കുന്നത്. 6 പേരുണ്ട്. തായിഫിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷം വിദേശികളുമായി സംസാരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവായിരുന്നു. ഓക്കെ, മിനയിൽ വെച്ചാണ് സംസാരം. 6 പേരുണ്ടായിരുന്നു. കാരണം തായിഫിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷം വിദേശികളുമായി നബി തങ്ങൾ സംസാരിക്കുന്നത് പതിവായിരുന്നു. അവരോട് നബി തങ്ങൾ പറഞ്ഞത് നബിയെക്കുറിച്ച് പറഞ്ഞു, നബിയുടെ ദൗത്യത്തെക്കുറിച്ച് പറഞ്ഞു. പിന്നെയോ അവർക്കത് ഇഷ്ടപ്പെട്ടു, അവർക്ക് ബോധ്യമായി. അവർ ഇസ്ലാം മതം സ്വീകരിച്ചു. നബുവത്തിൻ്റെ 11ാം വർഷത്തിലാണ് ഇത് സംഭവിച്ചത്. അവരോട് നബി തങ്ങളെക്കുറിച്ച് പറഞ്ഞു, ശേഷം നബി തങ്ങളുടെ ദൗത്യത്തെക്കുറിച്ച് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവർക്കത് ഇഷ്ടമായി. അവർ ഇസ്ലാം മതം സ്വീകരിച്ചു. നബുവത്തിൻ്റെ 11ാം വർഷത്തിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ഈ പാഠം. ശേഷം അവരുടെ നാട്ടിൽ തിരിച്ചെത്തി പലരോടും ഈ വിവരം പറഞ്ഞു. അവർക്കെല്ലാം ഇസ്ലാമിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടായി. സ്വാഭാവികം. ഒരു അന്ത്യപ്രവാചകൻ വരാനുണ്ടെന്നും അത് അറബികളിൽ നിന്നാണ് വരിക എന്നും അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഒരു അന്ത്യപ്രവാചകൻ വരാനുണ്ടെന്നും അത് അറബികളിൽ നിന്നാണ് വരിക എന്നും അവർ പണ്ടേ യഹൂദികളിൽ നിന്ന് കേൾക്കുന്നതാണ്, ആളുകളിൽ നിന്ന് കേൾക്കുന്നതാണ്. ഇത് ആ പ്രവാചകൻ ആയിരിക്കാമെന്നും മദീനക്കാർ വിശ്വസിച്ചു. അടുത്ത വർഷം തീർത്ഥാടന കാലത്ത് അഥവാ ഹജ്ജ് കാലത്ത് അവർ മക്കയിലെത്തി. നേരത്തെ പറഞ്ഞ പോലെ മിനയിൽ എന്ത് ചെയ്തു? അതേ സ്ഥലത്ത് അവർ ഒരുമിച്ച് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സംസാരിച്ചു. നേരത്തെ 6 പേരായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 12 പേരാണ്. ആദ്യം 6 പേര് വന്നു, ശേഷം അത് 12 പേരായി. ഓക്കെ, പിന്നെ അവർ നബിയുമായി ഉടമ്പടി ചെയ്തു. ഈ ഉടമ്പടിക്കാണ് അഖബ ഉടമ്പടി എന്ന് പറയുന്നത്. ഉടമ്പടി എന്ന് പറഞ്ഞാൽ നബിക്ക് അവർ വാക്ക് കൊടുത്തു, എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ടാകും. നിങ്ങൾക്ക് എന്ത് അത്യാവശ്യ ഘട്ടങ്ങളിലും ഏത് ആവശ്യഘട്ടങ്ങളിലും ഞങ്ങൾ ഉണ്ടാകും കൂടെ എന്ന് അവർ വാക്ക് കൊടുത്തു. ആ വർഷം അവരോടൊപ്പം ഇസ്ലാമിനെ അവരുടെ നാട്ടിൽ പരിചയപ്പെടുത്താൻ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ പരിശുദ്ധ മദീനയിലേക്ക് അയച്ചു. ഓക്കെ, അത് കാരണം മദീനയിൽ ഇസ്ലാം വളരാനും തുടങ്ങി. ചെറിയ പാഠമാണ്. ഇതിലാകെ കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്ന്, മിനയിൽ വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളെ കണ്ടിരുന്നത്. ആദ്യ സംഘത്തിൽ 6 പേരുണ്ടായിരുന്നു. രണ്ടാമത് 12 പേരായി. പിന്നെ അവരുടെ കൂടെ മദീനയിലേക്ക് പോകുന്ന സമയത്ത് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ മദീനയിലേക്ക് അയക്കുകയും ചെയ്തു. ഇത്രയുള്ള പാഠങ്ങൾ. ബാക്കി കാര്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കട്ടോ.